മൊബൈൽ ഫോൺ അവർ ഉപയോഗിക്കും. ഉമ്മാരുടെ മൊബൈൽ ഫോൺ ഇപ്പൊ ഈ സ്കൂളൊക്കെ അവധിയുള്ള സമയത്ത് നിങ്ങളുടെ ഫോൺ ഫുൾ ടൈം എൻഗേജ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ, കുട്ടികൾ വീട്ടിലുണ്ട്, അവർക്ക് എന്തെങ്കിലും നോക്കാനോ കളിക്കാനോ ഫോണിൽ എന്തെങ്കിലും കാണാനോ. അവരുടെ ആ പ്രായം അങ്ങനെ മുന്നോട്ട് പോകും തോറും വലിയ ഒരു വിഭാഗത്തിന്, ഇവിടെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെയൊക്കെ മനസ്സിലുണ്ടാവും എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ വേണം. അത് തന്നെ നമ്മളെപ്പോലെ ലോക്കൽസ് ആയിരിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഫോണുകളല്ല നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ ആഗ്രഹിക്കുക. എല്ലാവർക്കും എങ്ങനെയുള്ള ഫോൺ വേണം? ഐഫോൺ വേണം. 1 ലക്ഷം രൂപയുടെ, 1.5 ലക്ഷം രൂപയുടെ. കൂട്ടുകാരന്റെ വാപ്പായുടെ കയ്യിലുള്ളത് അവൻ ഇടക്കിടക്ക് കൊടുത്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. എന്താണ് അതിലുള്ള ചിത്രത്തിന്റെ ഒരു ക്ലാരിറ്റി, എന്താണ് അതിന്റെ ഒരു ഭംഗി. അങ്ങനെ ഇവൻ അതിനുള്ള തന്ത്രം മെനയും. ഇവൻ +1 പഠിക്കുന്നു, ഇവന്റെ കൂട്ടുകാർ അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു പല കാര്യങ്ങളും. അങ്ങനെ അതിലൂടെ അവൻ കണ്ടെത്തുന്നു പല തന്ത്രങ്ങളും. അങ്ങനെ അവൻ സാമ്പത്തികമായി കുറ്റകൃത്യം നടത്തുന്ന ആളുകളുടെ കെടിവലയിൽപ്പെട്ട് വേഗത്തിൽ അവന് ഫോൺ സംഘടിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ലഭ്യമാകുന്നു. അതിലൂടെ അവന്റെ ജീവിതം മുഴുവൻ ആപ്പിലാകുന്നു. ലോൺ ആപ്പിലായിപ്പോയി. എത്ര മക്കളാണെന്നറിയുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നത്? മാസത്തിൽ എങ്ങനെയെങ്കിലും ഒരു 2000 രൂപ സംഘടിപ്പിച്ചാൽ മതി എന്നതായിരിക്കും പ്രലോഭനം. എന്നിട്ടവൻ അതിനു വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളാണ്. ജീവിതം തകർക്കപ്പെടുകയാണ്. ചെറിയ കുട്ടികൾ മാത്രമല്ല, വലിയ ആളുകൾ വരെ അതിന്റെ പേരിൽ നമ്മൾ കാണാറുണ്ടല്ലോ ആത്മഹത്യയിലേക്ക് പോകുന്നത്. കാരണങ്ങളെ കൃത്യമായിട്ട് പഠിക്കുന്നവരാകണം. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ മക്കൾ ഉൾപ്പെടുന്നത്, പ്രത്യേകിച്ച് രക്ഷിതാക്കളെ നമ്മൾ ജാഗ്രതയുള്ളവരാകണം. SSLC കഴിഞ്ഞ +2 ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മളുടെ നാടിന്റെ ഭാവിയുടെ വാഗ്ദാനങ്ങൾ, ഈ നാടിനെ നാളെ നയിക്കേണ്ടവർ, നമ്മളുടെ അശ്രദ്ധ കാരണത്താൽ ഇങ്ങനെയുള്ള സാമ്പത്തികമായ ആത്മാഹുതി മാറുന്നതാണ് നരകത്തിലെ അവന്റെ ശിക്ഷ. അവൻ എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെയാണ്. ഹദീസിൽ കാണാൻ കഴിയും, അവിടെ ഒരു മലന്റെ മുകളിൽ നിന്നാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ നഊദുബില്ല, അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു തആല നമ്മളെയൊക്കെ കാക്കട്ടെ. എത്ര വിവരങ്ങളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ്, എത്ര തരത്തിലുള്ള ഇതുപോലെയുള്ള സംഗതികളാണ് നമ്മളൊക്കെ ഇങ്ങനെ അറിയുന്നതും വല്ലാതെ വേദനിക്കുന്നതും. മനുഷ്യന്റെ ആ മനസ്സ് അങ്ങോട്ട് പതറിപ്പോയാൽ, ഈമാനിൽ നിന്ന് അവനങ്ങ് ഇല്ലാതെയായി പോയാൽ, അള്ളാഹുവിലുള്ള ആ പ്രതീക്ഷയിൽ നിന്ന് അവൻ അകന്നുപോയാൽ വേഗം കയറെടുക്കുന്നു, അല്ലെങ്കിൽ റെയിൽപാളത്തിലേക്ക് ഓടുന്നു, മരണത്തെ പുൽകുന്നു. അങ്ങനെ മരണപ്പെട്ടാൽ അതായിരിക്കും നരകത്തിലെ ശിക്ഷ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അള്ളാഹു തആല തീ കൊണ്ടുള്ള കയറ് കൊടുക്കും. നരകത്തിൽ കൂടിയാൽ അപ്പൊ നമ്മൾ വിചാരിക്കാം എന്നാ പിന്നെ അവിടുന്ന് അങ്ങോട്ട് മരിച്ചു പോകാലോ. അല്ല,